ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. നല്ല പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ബട്ടർ ചിക്കൻ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം. ബട്ടർ ചിക്കൻ റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുക്കുക. നമ്മളിപ്പോൾ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. നോർമലായിട്ടുള്ള ചെറിയ പീസ് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ ലെമൺ ജ്യൂസ്, 1 സ്പൂൺ തൈര്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്ത് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 തൊട്ട് 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും 1 സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെ എണ്ണ കളഞ്ഞിട്ടെടുക്കുക. അതിലേക്ക് 2 സ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, കുരുമുളക്, പട്ട ഇതെല്ലാം കൂടി ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ടരിഞ്ഞ സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം കൂടി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 10 പീസോളം അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു 3-4 തക്കാളിയോളം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്ത് നമ്മളിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ മസാല ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അത് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം. ഈ ഒരു ടൈമിൽ ഇതിലേക്കുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് നന്നായിട്ട് പുളി കുറഞ്ഞ 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.